ഹായ് പ്യാരെ ബച്ചോ ആദാബ് എല്ലാവർക്കും MS സൊല്യൂഷൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പരീക്ഷാ പേപ്പറിൽ കൂടുതൽ വരുന്നതാണ് ഒരു പോസ്റ്റർ നിർമ്മിക്കൽ എങ്ങനെയെന്നുള്ളത്. പോസ്റ്റർ നിർമ്മിക്കാനുള്ള ഫോർമാറ്റാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, മെഹ്ഫിലെ ഗസൽ, ഒരു ഗസൽ പരിപാടിയുണ്ട്. കൂടുതൽ വരുന്ന ചോദ്യം ഗസൽ പരിപാടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സംഗീത പരിപാടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പരിപാടി നടക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ പോസ്റ്റർ നിർമ്മിക്കാനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ഗസൽ പരിപാടിക്ക് എങ്ങനെ പോസ്റ്റർ നിർമ്മിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. നോക്കൂ, പോസ്റ്റർ ക്യാ ഹേ. ആദ്യം തന്നെ എന്താണ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ? പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാംസ്കാരിക അല്ലെങ്കിൽ സംഗീത പരിപാടികളെ ജനങ്ങളെ അറിയിക്കാനും അവരെ ക്ഷണിക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കിസി സഖാഫത്തി, എന്തെങ്കിലും ഒരു സാംസ്കാരിക യാ മ്യൂസിക് അല്ലെങ്കിൽ സംഗീത പ്രോഗ്രാം കി പരിപാടിയെ ഇത്തിലാ, അതിൻ്റെ വിളംബരത്തെ ലോകം തക്ക് ജനങ്ങൾ വരെ പഹുഞ്ചാനെ അറിയിക്കാൻ വേണ്ടി, അവർ ഉനെ മദ്ഉ കർനെ, അതുപോലെ തന്നെ അവരെ ക്ഷണിക്കാൻ വേണ്ടിയൊക്കെ ഏക്ക് ബഹ്തരൻ തസ്വീറെ ജരിയ ഹെ, ഏറ്റവും നല്ല ഒരു ഫോട്ടോ രൂപത്തിലുള്ള മാർഗമാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തുണ്ട്? മ്യൂസിക് പ്രോഗ്രാം പോസ്റ്റർ കെ ബുനിയാദി അനാസിർ. ഒരു സംഗീത പരിപാടിക്ക് പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. മ്യൂസിക് പ്രോഗ്രാം കി പോസ്റ്റർ കി ബുനിയാദി അനാസിർ, അടിസ്ഥാന ആവശ്യമുള്ള എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3 കാര്യം ഉണ്ടായാലേ ഒരു പോസ്റ്റർ റെഡി ആവുള്ളൂ. ഇതെന്തായാലും അടിസ്ഥാനപരമായിട്ട് ഈ 3 കാര്യങ്ങളിൽ വേണം. ഒന്ന്, ഒരു ഉൻവാന്, ഒരു ടൈറ്റിൽ വേണം. പരിപാടിക്ക് ഒരു ഹെഡിങ് വേണം. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വെറും ടൈറ്റിൽ പോരാ, ഒരു ക്യാച്ചി ടൈറ്റിലായിരിക്കണം. പെട്ടെന്ന് ജനങ്ങൾ ആകർഷിക്കുന്ന ഒരു ക്യാച്ചി ടൈറ്റിലായിരിക്കണം. മറ്റൊന്ന്, ഗിലോഗാർ വ മെഹ്മാൻ, അവിടെ സംഗീതം പാടുന്ന ആളെക്കുറിച്ചും അതുപോലെ തന്നെ മെഹ്മാൻ അതിഥിയെക്കുറിച്ചും അതിൽ സൂചിപ്പിച്ചിരിക്കണം. കണ്ടോ, സിംഗർ അല്ലെങ്കിൽ ഗസ്റ്റ് അതിലെന്തായിരിക്കണം? ഉൾപ്പെടുത്തിയിരിക്കണം. മറ്റൊന്ന്, വക്ത്, താരീഖ്, മക്കാമ്, ഡേറ്റ്, സ്ഥലം, സമയം. വക്ത്, സമയം, താരീഖ്, ഡേറ്റ്, മക്കാമ്, സ്ഥലം. കണ്ടോ, ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ, ഇത് 3 എന്ത് ചെയ്യണം? ഇതിൽ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇത് 3 ഒരു പോസ്റ്റർ നിർമ്മിക്കുമ്പോഴുള്ള അതിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് നമൂന, അതിൻ്റെ രൂപം നോക്കൂ. ഒരു സാമ്പിൾ പറയാട്ടോ. സ്കൂൾ കി സാലാന മെഹ്ഫിലെ ഗസൽ, സ്കൂളിലെ ഒരു ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരു ഗസൽ പ്രോഗ്രാം എടുക്കണം കേട്ടോ. സ്കൂളിൽ മുൻഅക്കിദ് ഹോനെ വാലി, ഒരു സംഘടിപ്പിക്കുന്ന ഗസൽ നൈറ്റ് ക, ഒരു ഗസൽ നൈറ്റിൻ്റെ ഐലാൻ പോസ്റ്റർ, വിളംബരം ചെയ്യുന്ന ഒരു പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാം? ഇവിടെ ഉണ്ടോ, പോസ്റ്ററിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്, അതിൽ വേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസാൽ 1, ഞാൻ ഇതിൽ 2-3 ഉദാഹരണങ്ങൾ പറയും ഈ വീഡിയോയിലൂടെ. പോസ്റ്റർ പല രൂപത്തിൽ നിർമ്മിക്കണമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം, സ്കൂൾ മെഹ്ഫിലെ ഗസൽ, സ്കൂളിൽ ഒരു ഗസൽ പ്രോഗ്രാം നടക്കുകയാണ്, അതിൻ്റെ പോസ്റ്ററാണ് നിർമ്മിക്കുന്നത്. പോസ്റ്റർ കെ അഹം നുക്കാത്ത്, പോസ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് വരേണ്ടത്, ഒന്ന് ഉൻവാൻ, ഒരു ഹെഡിങ് വേണം. കണ്ടോ, ഏക്ക് ഷാമെ ഗസൽ കെ നാം, ഒരു ഹെഡിങ് ഉണ്ടോ, ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തു. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒന്ന് ഹെഡിങ്. മറ്റൊന്ന്, ഒരു ഉൻവാൻ വേണം, ഒരു നഅറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മോട്ടോ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു സ്ലോഗൺ വേണം. മോട്ടോ വേണം, നഅറ. നമ്മൾ ഇന്ത്യയുടെ ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യമാണ്. ഇതേപോലെ ഇതിനെന്താണ്? ഇതിന് സ്ലോഗൺ, ഒരു നഅറ, ഒരു മുദ്രാവാക്യം വേണം. എന്താണ്? മ്യൂസിക് റൂഹ് കി ഒദാഹെ. ഇതിൻ്റെ അർത്ഥം മ്യൂസിക്, സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ്. മ്യൂസിക് റൂഹ് കി ഒദാഹെ, സംഗീതം ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ എന്താ, സംഗീതത്തെക്കുറിച്ച് നമ്മളൊന്ന് വിശദീകരിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് എന്ത്? നഅറ വേണമെന്നുള്ളത്. അപ്പോൾ നഅറ എന്ത് ചെയ്ത് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ആദ്യം ഹെഡിങ് കൊടുത്തു, പിന്നെ അതിൻ്റെ ഹെഡിങ് കൊടുത്തു, നഅറ കൊടുത്തു. മറ്റേ മൂന്നാമത്തെ ഒരു പോയിന്റാണ് അഹം ഫാങ്കാർ എന്ന് പറഞ്ഞാൽ മസ്റൂഫെ ഗസൽ ഗിലോഗാർ. നമ്മൾ അന്ന് ഒരു ഗസൽ പരിപാടിയാണെങ്കിൽ അതിൽ പാട്ടുകാരാരാന്ന് കൊടുക്കണം. അല്ല മുഹമ്മദ് ഇഖ്ബാൽ ഒരു പാട്ടുകാരനാണെങ്കിൽ ആ പേര് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അവിടെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സിംഗേഴ്സ്, പാട്ടുകാരെ വരെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ കൊടുക്കണം. അതുപോലെ തന്നെ ദാവത്ത്, ഇൻവിറ്റേഷൻ വേണം. തമാം അസാധ്യത അവർ തലബാക്കി ഷിർക്കത്ത്, എല്ലാവരെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ടോ, ഇതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെയാണ് നമ്മൾ ദാവത്ത് കൊടുക്കേണ്ടത്, ക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 4 പോയിന്റ് പ്രധാനമായിട്ടും വരണം. അപ്പോൾ ഇതാണ് ഒരു പോയിന്റ്, ഒരു ഫോർമാറ്റ് കേട്ടോ, ഒരു ടെംപ്ലേറ്റ് ആണ്, പോസ്റ്റിൻ്റെ ടെംപ്ലേറ്റ്. മെഹ്ഫിലെ ഗസൽ ഹെഡിങ് കൊടുത്തു, അതുപോലെ തന്നെ ഒരു നഅറ കൊടുത്തു, പിന്നെ താരീഖ്, വക്ത്, ഡേറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ താരീഖും ഡേറ്റൊക്കെ വേണമെന്നുള്ള ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തി. താരീഖ്, വക്ത്, ഡേറ്റ്, ടൈം കൊടുത്തുണ്ടോ.
15 നവംബർ 2026 ഷാം 6 ബജെ, വൈകുന്നേരം 6 മണിക്കെന്ന് ഡേറ്റും സമയവും കൊടുത്തു. പിന്നെ മക്കാം സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം എന്ന സ്ഥലം കൊടുത്തു. പിന്നെ അഹം ഗിലോഗാർ, മെയിൻ സിംഗർ, പ്രധാനപ്പെട്ട ഗായകർ ഉസ്താദ് അഹമ്മദ് സമാൻ എന്ന മഅറൂഫ് അറിയപ്പെട്ട ഗസൽ പാട്ടുകാരനായ ഉസ്താദ് അഹമ്മദ് സമാൻ എന്ന് പേര് കൊടുത്ത്. പിന്നെ ഇഫ്തിതാഹ്, ഉദ്ഘാടനം ചെയ്തത് ജനാബ് ഹെഡ് മാസ്റ്റർ സാഹിബ്, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ മുനഅക്കിദ് കിന്ദ എന്ന് പറഞ്ഞാൽ സ്കൂൾ ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത്, മുനഅക്കിദ് സംഘടിപ്പിക്കുന്ന ആരാണെന്നുള്ള എന്ത് ചെയ്യുക, താഴെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഉൾപ്പെടുത്തിയാൽ ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മളൊരു ഗസൽ പരിപാടി നടത്തുമ്പോൾ അതിനുള്ളൊരു പോസ്റ്റർ റെഡിയായി. ഇനി മറ്റൊരു രൂപം നമ്മൾ പറയാൻ പോവാണ്. മറ്റൊരു രൂപം ബൈനൽ സ്കൂൾ ഗസൽ ഗായകി മുഖാബില, ഇന്റർ സ്കൂൾ ഗസൽ ഗായക മത്സരം കേട്ടോ. എന്താണ് ഇന്റർ സ്കൂൾ ഗസൽ കോമ്പറ്റീഷൻ ആണ് മറ്റൊരു. തൊലബ കേലിയെ ഗസൽ ഗായകി കെ മുഖാബിലെ കാ ഇലാനി പോസ്റ്റർ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗസൽ ഗായകി മുഖാബില, ഗസൽ ഗായകി പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വിളംബര പോസ്റ്ററാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും ചോദ്യം വരും, നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ഒരു സംഗീത പരിപാടി നടക്കുന്നുണ്ട്, അതിനൊരു പോസ്റ്റർ തയ്യാറാക്കൂ എന്ന് ചോദ്യം വന്നാൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. രണ്ടാമത്തെ ഉദാഹരണം, ഒന്നാമത് നോക്കൂ, ഇംതിഹാനി സവാൽ കി നൗഇയ്യത്ത്, ഇതിനുള്ള ഒരു എക്സാം ഫോമാറ്റ് കേട്ടോ. ആദ്യം ഈ ഒരു ഹെഡിങ് കൊടുക്കും. നമ്മൾ നേരത്തെ ഹെഡിങ് മേലെ കൊടുത്തിരുന്നു, ഇവിടെ എന്ത് ചെയ്തു, ഹെഡിങ് താഴെയും അതിൻ്റെ സ്ലോഗണ് മേലെയും കൊടുത്തു. ഈ രൂപത്തിലും ആക്കാൻ പറ്റും. ആദ്യം സ്ലോഗൻ കൊടുക്കുക, പിന്നെ ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യം ഹെഡിങ് കൊടുക്കുക പിന്നെ സ്ലോഗൻ കൊടുക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പം ബൈനൽ സ്കൂൾ ഗസൽ മുഖാബില, ഇന്റർ സ്കൂൾ ഗസൽ കോമ്പറ്റീഷൻ കണ്ടോ. അപ്പം ഇനി ആവാസ് ഗ ജാദു ജഗ ജിഗായെ അവർ ഇനാം ബായി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്ലോഗനാണ്. പിന്നെ ഡേറ്റ് കൊടുക്കുക 20 നവംബർ 2026, സമയം കൊടുക്കുക സുബഹി 10 ബജെ, രാവിലെ 10 മണിക്ക്. മക്കാമ സ്ഥലം കൊടുക്കുക സ്കൂൾ മെയിൻ ഹാൾ, സ്കൂളിലെ ഹാളിൽ വെച്ച്. പിന്നെ അവിടെ എന്ത് ചെയ്യണം, നമ്മളൊരു മത്സരമാണെങ്കിൽ അവിടെ ഹുക്കുമനെ കൊടുക്കേണ്ടി വരും. ഹാക്കിം എന്ന് പറഞ്ഞ ജഡ്ജി എന്നർത്ഥം. അപ്പോൾ ജഡ്ജിൻ്റെ പേര് കൊടുക്കണ്ട, കണ്ടോ, ജഡ്ജ് മഅറൂഫ് ഗിലോഗാർ നുസ്രത്ത് ജഹാൻ, അറിയപ്പെട്ട ഒരു പാട്ടുകാരനായ നുസ്രത്ത് ജഹാനാണ് ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അഹ്ലിയത്ത്, എലിജിബിലിറ്റി, നമ്മളൊരു മത്സരത്തിനുള്ള ഒരു ക്ഷണമാണല്ലോ, അപ്പോൾ എലിജിബിലിറ്റി അവിടെ അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താ കൊടുക്കേണ്ടി വരും. അപ്പം ആട്യോം ദസ്വേൻ ജമാഅത്തിക്ക് തൊലബ, 8-9 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഡേറ്റും സമയം ഒന്നും കൂടെ കൊടുക്കുക. ഇനി ആപ്കെ സ്കൂൾ മാം ബൈനൽ സ്കൂൾ ഗസൽ മുഖാബിലേക്ക്, ഇനി ഇതിപ്പോൾ ഇതിൻ്റെ ചോദ്യം കേട്ടോ, നിങ്ങളുടെ സ്കൂളിൽ എന്തുണ്ട്, ഒരു ഇന്റർ സ്കൂള് ഗസൽ രചന പാട്ട് മത്സരം നടക്കുന്നുണ്ട്, ഇസ്കേ ലിയേ ഏക്ക് പോസ്റ്റർ തയ്യാറാക്കി, ഇതിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. ഇങ്ങനെ ചോദ്യമാണ് നമുക്ക് വരിക. അപ്പം അതിലൊന്ന് ഒൻവാനും അതുപോലെ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയയും കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ചോദ്യം ഇങ്ങനെ വരിക, ചോദ്യം കൊടുക്കും, പിന്നെ അതിൽ വിഷയം നമുക്ക് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയയും കൊടുത്തിട്ടുണ്ടാവും. ഈ ക്രൈറ്റീരിയ അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ പോസ്റ്റർ തയ്യാറാക്കി നമുക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. മറ്റൊരു രൂപമാണ് മൂന്നാമത്തെ നമൂന, മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഷാം ഗസൽ വ മ്യൂസിക്, നൈറ്റ് ഗസൽ മ്യൂസിക് കണ്ടോ, കൾച്ചറൽ ഈവനിങ് ഷാമെ ഗസൽ, സ്കൂൾ ആർട്സ് ക്ലബ്ബ് കെ തഹത്ത് ഏക്ക് ഖുസൂസി നഅമാത്തി ഷാം, സ്കൂൾ ആർട്സ് ക്ലബിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഷാമെ ഗസൽ പോസ്റ്റർ കി ഖൂബ്സൂറത്തിയാം, നമ്മളെന്ത് ചെയ്യുക, പോസ്റ്ററിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ വേണ്ടി ശ്രമിക്കണം, നല്ല നിറം കൊടുത്തുകൊണ്ടൊക്കെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ രംഗ് ഫ്രെയിം നമ്മൾ ബോർഡറൊക്കെ നല്ല കളർ കൊടുത്താണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ദിൽക്കിഷ് ഔർ മോസോം ഡ്രൈവ് എന്ന് പറയും. പിന്നെ മ്യൂസിക് കാ മാഹൂല്, അതിന് നല്ല തീം കൊടുക്കണം. ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നല്ല തീമായിരിക്കണം. അതുപോലെ തന്നെ തീം കൊടുക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഹാർമോണിയം ഇതൊക്കെ കൊടുക്കാൻ തീം. ഒരു മ്യൂസിക് പരിപാടി ആകുമ്പോൾ അതിൻ്റെ തീമിൽ എന്ത് കൊടുക്കുക, മരം കൊടുത്തിട്ട് കാര്യമില്ല, അതിലെന്ത് ചെയ്യണം, ഹാർമോണിയം കൊടുക്കണം. അതുപോലെ തന്നെ പാട്ട് പാടുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ ഇനാമത്ത്, പ്രൈസ് എന്താണ്, ഈ ഒരു സമ്മാനമാണല്ലോ മ്യൂസിക് നൈറ്റ്, ഒരു സമ്മാനം, അതിനെന്ത് സമ്മാനം കൊടുക്കണം, പ്രൈസ് കൊടുക്കണം. ബഹ്തരെ ഗസൽ ഹുവാം കേലിയെ ട്രോഫി, അതെന്ത് ചെയ്യുക, ട്രോഫി എന്താണ് ഉണ്ടാവുക, എത്ര രൂപയാണ് സമ്മാനം ഉണ്ടാവുക, ഇതൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷാമെ ഗസൽ ഈവ്, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ഗസൽ എന്ന് പറഞ്ഞാൽ സംഗീതം. അപ്പം മ്യൂസിക് ഈവ് എന്നൊക്കെ ഇതിന് അർത്ഥം വെക്കാം. ഷാമെ ഗസൽ മ്യൂസിക് ഈവ് എന്നൊക്കെ എന്ത് ചെയ്യുക, അർത്ഥം വെക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു സ്ലോഗണ് ഇവിടെ കൊടുക്കുക, സ്ലോഗൻ ഇവിടെ കൊടുക്കുക. ശേഷം ഡേറ്റ്, അതുപോലെ തന്നെ സമയം, സ്ഥലം, പിന്നെ സ്വദറ മഹ്ഫിൽ,
ഇതിൻ്റെ പ്രസിഡന്റ് ആരാണ്, ഈ പരിപാടി നടത്തുന്ന പ്രസിഡന്റ് ആരാണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ആരൊക്കെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്, സ്കൂൾ ഫൈൻ ആർട്സ് ഇവരാണ് ഇത് നടത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യുക, അവരെയും കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെയും കൊടുക്കുക. ഇത് മറ്റൊരു രൂപമാണ്. അപ്പോൾ ഒരു 3 നമൂനകൾ സാമ്പിളുകൾ എന്ത് ചെയ്തു നമ്മളിവിടെ കൊടുത്തു. ഇനി മ്യൂസിക് പോസ്റ്റർ ക ഇസ്തിലാഹാത്ത്, നമ്മളെല്ലാ മ്യൂസിക്കിൻ്റെ പോസ്റ്ററുകളിലും കൊടുക്കുന്ന പ്രയോഗങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. മെഹ്ഫിലെ ഗസൽ ഉണ്ടോ, മെഹ്ഫിലെ ഗസൽ ഒരു സംഗീത പരിപാടിയാണെങ്കിൽ അതിനെന്ത് കൊടുക്കാം, മെഹ്ഫിലെ ഗസൽ ഒരു ഗസൽ പരിപാടി എന്ന് ഹെഡിങ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗിലോഗാർ ഗസൽ ഗോ എന്ന 2 വാക്ക്, അതായത് സംഗീതകർക്ക് സംഗീതം പാടുന്നവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഗുലോഗാർ അല്ലെങ്കിൽ ഗിലോഗാർ എന്നൊക്കെ പറയുക. പിന്നെ സൊദിറ മെഹ്ഫിൽ, അവിടുത്തെ ചീഫ് ആയിട്ടിരിക്കുന്ന ആൾക്കാണ് സൊദിറ മെഹ്ഫിൽ എന്ന് പറയുക. പിന്നെ മക്കാമ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്ഥലം, അപ്പോൾ ഓഡിറ്റോറിയം ആകാം അല്ലെങ്കിൽ സ്കൂൾ ഹാൾ ആകാം, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക സ്ഥലം കൊടുക്കുക. പിന്നെ മുനഅക്കിദ് എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുന്ന ആൾക്കാർ, ഇതാരാണ് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് നമ്മൾ ഈ ഇതിൽ കൊടുക്കുന്ന സാധാരണ ഇസ്തിലാഹ് പ്രയോഗങ്ങളാണ്. മറ്റൊന്ന് ഗസൽ പോസ്റ്റർ ബനാത്തെ വക്ത് അഹം, നമ്മൾ ഈ ഗസലിൻ്റെ ഒരു പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൻവാൻ കോ ജലി അവർ ഖൂബ്സൂറത്തിരിക്കുകയും, നമ്മൾ എല്ലാ കാര്യങ്ങളും ആ പേപ്പറിൽ അങ്ങനെ എഴുതിയോണ്ട് കാര്യമില്ല. ഉൻവാൻ ഹെഡിങ് എന്ത് ചെയ്യണം, ജലി അവർ ഖൂബ്സൂറത്തിരിക്കുകയും ബോൾഡായിട്ട് ഭംഗിയിൽ എഴുതണം. ഹെഡിങ് എന്ത് ചെയ്യുക, ബോൾഡാക്കിയിട്ട് നല്ല കട്ടിയിൽ വലുതാക്കിയിട്ട് എഴുതുക, അതാണ് ബോൾഡ് മെയിൻ ഹെഡിങ് വളരെ കട്ടിയിൽ കൊടുക്കുക. മറ്റൊന്ന് ഷിഅർ യാ നാറ ഷാമിൽ കരീം, ഒരു സ്ലോഗണ് അല്ലെങ്കിൽ കവിതയൊക്കെ എന്ത് ചെയ്യണം അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ നേരത്തെ കൊടുത്തല്ലോ, ഇവിടെ സ്ലോഗൻ ഉൾപ്പെടുത്തിയല്ലോ, ഹെഡിങ് നല്ല കട്ടിയിൽ കൊടുത്തു. പിന്നെ ഷിഅറോ അല്ലെങ്കിൽ സ്ലോഗനോ എന്ത് ചെയ്യുക ഇവിടെ ഉൾപ്പെടുത്തുക. മറ്റൊന്ന് ഇവിടെ അവിടെ ആരാണോ പാടാൻ, സിംഗർ ആരാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആരാണ്, അവരുടെ പേരെന്ത് ചെയ്യണം, ഒന്ന് നമായാം കരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ താരീഖ് വക്ത് അവർ മക്കാമ്, ഡേറ്റ് ടൈം വെന്യൂ, സ്ഥലം സമയം അതുപോലെ തന്നെ തീയതി, ഇതെന്ത് ചെയ്യണം കൃത്യമായി ഉറപ്പായി കൊടുത്തിരിക്കണം. പിന്നെ ചാറോം തൊറഫ് ഫ്രെയിം ബനായം, 4 ഭാഗത്തും ഫ്രെയിം കൊടുക്കണം. നേരത്തെ ഇവിടെ കൊടുത്തല്ലോ, 4 ഭാഗത്തും ഫ്രെയിം ആയിട്ട് ഒരു ബോക്സ്, ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, ഈ ബോക്സ് വരച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രെയിം എന്ത് ചെയ്യണം, 4 ഭാഗത്തും ഫ്രെയിം കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു എന്ത് ചെയ്യുക ഒരു കറക്റ്റ് ഒരു പോസ്റ്റർ ആവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരു വിഷയത്തിൽ പോസ്റ്റർ എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് സാറ് ക്വസ്റ്റ്യൻ തരാണ്, ആപ്കെ സ്കൂൾ കെ, നിങ്ങളുടെ സ്കൂളിൻ്റെ മ്യൂസിക് ക്ലബ്ബ് കി തഹത്ത് അണ്ടറിൽ മെഹ്ഫിലെ ഗസൽ നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏക്ക് എനിക്കത് ക്യാ ജാരാ ഹേ സംഘടിപ്പിക്കുന്നുണ്ട്. സറൂറി മഅലൂമാത്ത്, അതിലെന്തായാലും ഉൾപ്പെടുത്തേണ്ടതാണ് ഉൻവാന്, ഗിലോഗാർ, താരീഖ്, വക്ത്, മക്കാമ്, വിഷയം, ആരാണ് പാടുന്നത്, ഡേറ്റ്, സമയം, സ്ഥലം, ഇതൊക്കെ ഷാമിൽ കർത്തെ ഹുയെ ഉൾപ്പെടുത്തിയിട്ട് ഉറുദുവിൽ ഏക്ക് ഖൂബ്സൂറത്ത് ഒരു ഭംഗിയുള്ള അവർ ദിൽക്കിഷ് പോസ്റ്റർ തയ്യാർ കീജിയെ, നല്ലൊരു പോസ്റ്റർ എന്താ എപ്പോൾ തന്നെ തയ്യാറാക്കുക. എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ട് നല്ല പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുക്രിയ.